യുഗാന്തരങ്ങളായിട്ട് മനുഷ്യകുലത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രവണതയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ജോലി അന്വേഷിച്ചും മറ്റൊക്കെയാണ് ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുന്നത്. എന്നാൽ കുടിയേറ്റത്തിലെ പുതിയ പ്രവണതയാണ് കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ പുതിയ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുന്നത്. ഇത്തരത്തിൽ 2024 മാത്രം 1,34,000 ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, അതായത് കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുടിയേറിയിട്ടുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. UAE എന്തുകൊണ്ട് കോടീശ്വരന്മാരുടെ ഒരു പ്രിയ രാജ്യമായിട്ട് മാറുന്നു എന്ന് ചർച്ച ചെയ്യാം. കണക്കുകൾ പ്രകാരം UAEയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 1.12 crore. അതായത് കേരളത്തിൻ്റെ ജനസംഖ്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ പകുതിയിലും കുറവ്. ഇവിടെ 1,20,500 പേര് കോടീശ്വരന്മാരാണ്. അതിൽ 308 പേര് അതിസമ്പന്നരും 20 പേര് ശതകോടീശ്വരന്മാരുമാണ്. 2024 മാത്രം UAEയിലേക്ക് കുടിയേറിയത് 6,700 കോടീശ്വരന്മാരാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ട് കോടീശ്വരന്മാർ UAE തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പലതാണ്. നമുക്കറിയാവുന്നതാണ്, UAEയുടെ സംസ്കാരം എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലിയാണ്. നൂതനമായ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു രാജ്യം. കോസ്മോപൊളിറ്റൻ സംസ്കാരം. പുറമെ 2024 GDP വളർച്ചാ നിരക്ക് 3.9 ആയിരുന്നെങ്കിൽ 2025 GDP വളർച്ചാ നിരക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നത് 4.1. എന്തുകൊണ്ടും ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫായിട്ട് കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു രാജ്യം. ഇതിന് പുറമെ ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഇൻഹെറിറ്റൻസ് ടാക്സ് തുടങ്ങിയ ടാക്സുകളൊന്നും നിലവിലില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കോടീശ്വരന്മാർ വലിയ തോതിൽ UAEയിലേക്ക് കുടിയേറുന്നത്. പുറമെ 2019 ആരംഭിച്ച ഗോൾഡൻ വിസ സമ്പ്രദായം 2023 മാത്രം 1,58,000 ഗോൾഡൻ വിസകൾ ഇഷ്യൂ ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും നേട്ടങ്ങൾ നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും, കൂടുതൽ തൊഴിലവസരങ്ങൾ വരും, അതേപോലെ തന്നെ സാലറി കൂടാനൊക്കെ ഉള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റിഫ്ലക്ഷൻ വന്നിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏകദേശം 20% വില വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2023 മാത്രം 1.6 കോടിയുടെ ഡീലിങ്ങുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ. അപ്പോൾ ഇത് നമ്മൾ മൂല്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം $173 ബില്യൺ ക്രയവിക്രയം നടന്നിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം UAE വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പണിയെടുക്കുന്നതിനും കോടീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കുന്നതിനും.